നമസ്കാരം, ടാക്ടിക്സിലേക്ക് സ്വാഗതം. ലോകകപ്പ് വീണ്ടും ആവേശം സമ്മാനിക്കുകയാണ്. 2 മത്സരങ്ങൾ ഇന്നലെ രാത്രി പ്രേക്ഷകർ ആവേശത്തോടുകൂടി കണ്ട മത്സരങ്ങളാണ്. ഒന്ന് ജർമ്മനി വേഴ്സസ് കുറാസാവോ. 2 ഈ ടൂർണമെൻറ്റിൽ ഇതുവരെയുള്ള ഏറ്റവും മികച്ച മത്സരമെന്ന് വിലയിരുത്തപ്പെട്ട് കഴിഞ്ഞ ജപ്പാനും നെതർലൻഡ്സും തമ്മിലുള്ള പോരാട്ടം. അത് സമനിലയായിരുന്നെങ്കിൽ കൂടി സമനിലയ്ക്കപ്പുറത്തുള്ള ആവേശം വിതച്ച മത്സരം. 2 മത്സരങ്ങൾ. എനിക്കൊപ്പം ഫൈസൽ ഹംസയുമുണ്ട്, ജയേഷ് പൂക്കോട്ടിനുമുണ്ട്. സ്വാഗതം രണ്ടുപേർക്കും. കുറാസാവോ എന്ന് പറയുമ്പോൾ 1.5 ലക്ഷത്തിലോളം മാത്രം വരുന്ന ജനസംഖ്യയുള്ള ഒരു ദ്വീപ് രാഷ്ട്രമെന്ന് പറയുന്നു. അവർ വമ്പന്മാരായിട്ടുള്ള 4 തവണ ലോക ജേതാക്കളായിട്ടുള്ള കിരീടമുയർത്തിയിട്ടുള്ള ജർമ്മനിയെ നേരിടുന്നു. പവർ ഹൗസുകൾ. ഈ കളിക്ക് മുമ്പ് വിശേഷിപ്പിക്കപ്പെട്ടിരുന്നത് ജർമ്മനിയെ ഒരു വെല്ലുവിളിയാകും. കാരണം കഴിഞ്ഞ 2 ലോകകപ്പുകളിൽ അവർ ആദ്യ റൗണ്ടിൽ തന്നെ പുറത്താകുന്നു. പവർ ഹൗസ് എന്നുള്ള പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 2014 ലോകകപ്പ് ഉണ്ടായിരുന്നു. പക്ഷേ കളിയുടെ ആദ്യ നിമിഷങ്ങളിൽ തന്നെ നമുക്ക് ബോധ്യമായി ഈ ജർമ്മനിയെ ഭയക്കുന്നില്ല കുറാസാവോ എന്ന ചെറിയ ടീം എന്നുള്ളത്. അപ്രതീക്ഷിതമായിട്ട് ഒരു ഗോൾ വീഴുന്നു. പക്ഷേ അവിടെ നിന്നാണ് കുറാസാവോയുടെ മികവ് കൂടുതലായിട്ട് നമ്മൾ കാണുന്നത്. അതായത് വീണ്ടും തിരിച്ചടിക്കാനുള്ളൊരു മോഹം അവർക്കുണ്ടായിരുന്നു. അവർ ഒരിക്കലും ഭയപ്പെടുന്നില്ല എതിരാളികളെ. ഗോൾ വീഴുന്നു 21-ാം മിനിറ്റിൽ. പിന്നീട് കണ്ടത് ഏതാണ്ട് ആദ്യ പകുതിയുടെ അരമണിക്കൂറോളം ആ ഒരു തുല്യതയിലേക്ക് പോകും മത്സരമെന്നാണ് നമ്മൾ കരുതിയത്. പക്ഷേ സ്വാഭാവികമായിട്ടും 7-1 എന്നുള്ളൊരു വലിയ സ്കോറിലേക്ക് അവർ വരികയും ചെയ്തു. പക്ഷേ ഈ മത്സരം നൽകുന്നൊരു സൂചനയുണ്ട്. ഈ ലോകകപ്പ് എന്ന് പറയുന്ന കാൽപന്ത് കളി എന്ന് പറയുന്ന ചെറിയ ടീമുകൾക്കും അവരുടെ കൂടി വേദിയാണ് എന്നുള്ളൊരു സൂചന ആ മത്സരത്തിനുണ്ട്. ഭയപ്പെടാതെ കളിക്കുക എന്നുള്ളത്. എങ്ങനെയായിരുന്നു മത്സരം? അത് കുറാസാവോയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ മത്സരം കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജപ്പാൻ നെതർലൻഡ്സ് ഒരു ടൈറ്റ് പോരാട്ടം വരാനുണ്ട്. അപ്പം അതിന് മുന്നോടിയായിട്ട് ഒന്ന് കണ്ടിരിക്കാം എന്നൊരു മൂഡിൽ കണ്ടു തുടങ്ങിയ കളിയായിരുന്നു. പക്ഷേ കുറാസാവോ ശരിക്കും ഞെട്ടിച്ചു. പ്രത്യേകിച്ച് 17 മിനിറ്റ്, അതായത് ഷോട്ടോബർഗ് സെക്കൻഡ് ഗോൾ നേടുന്നത് 37-ാം മിനിറ്റിലാണ്. 21-ാം മിനിറ്റിൽ അവർ കമ്മ്യൂണിസ്റ്റിയുടെ സെക്കൻഡ് അവർ ഡ്രോ പിടിക്കുന്നുണ്ട്. അതുമുതൽ ജർമ്മനി ലീഡ് പിടിക്കുന്ന 2-1 വരെയുള്ള സ്കോറിൽ കുറാസാവോ കളിച്ചൊരു കളിയുണ്ട്. അത് വേറെ ലെവല് ഗെയിമായിരുന്നു. അവർ കളിക്കുന്നത് ജർമ്മനിക്കെതിരെയായിരുന്നു. കുറാസാവോ 2010 മാത്രമാണ് സ്വാതന്ത്ര്യം നേടിയ ഒരു രാജ്യമാകുന്നത്. 2010 ആയപ്പോഴേക്ക് ജർമ്മനിയുടെ അക്കൗണ്ടിൽ 3 ലോകകപ്പ് ഉണ്ട്. ആ ജർമ്മനിക്കെതിരെ, പേരുള്ള പെരുമയുള്ള ജർമ്മനിക്കെതിരെ ഒരു പേടിയില്ലാതെയാണ് ഇവർ കളിക്കുന്നത്. മാത്രമല്ല 6 ഗോൾ വാങ്ങിയ ശേഷവും, ഫൈനൽ സ്കോർ 7-1 ആണ്. 6 ഗോൾ വാങ്ങിയ ശേഷവും ഗ്യാപ്പ് കിട്ടുമ്പോഴൊക്കെ ഒരു അറ്റാക്ക് ചെയ്യാൻ പോകുന്നുണ്ട്. ഏതൊരു ടീമാണെങ്കിലും ഒരു 4 ഗോളൊക്കെ, പ്രത്യേകിച്ച് ജർമ്മനിക്കെതിരെ, അതായത് ബിഗ് ഗെയിമുകളിൽ അത്രയും അടിച്ചു കൂട്ടുന്ന ഒരു തരത്തിലും കണ്ണിച്ചോറയില്ലാത്തൊരു ടീമാണല്ലോ ജർമ്മനി. ഒരു ഫുട്ബോൾ ഫാക്ടറിയാണ്. കൃത്യമായിട്ട് അവിടുന്ന് ഓരോ സാധനങ്ങൾ തന്നെ ഗോളുകൾ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഗോൾ അടിക്കുന്നതിൽ അവർക്ക് ഒരു മയം ഉണ്ടാവില്ല. ഏത് ടീമാണെന്ന് നോക്കൂല. അപ്പോൾ ആ 7-1 സ്കോർ തന്നെ നമുക്ക് ഓർമ്മയുണ്ടാവും മുന്നേ. പക്ഷേ ഇതിലേക്ക് വരുമ്പോൾ നോർമൽ കേസിൽ ഒരു 4 ഗോളൊക്കെ വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ചെറിയ ടീമുകളെ സംബന്ധിച്ചിടത്തോളം അവരൊന്ന് ഡൗൺ ആയി നിൽക്കും. അവർ ഡിഫൻസിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. ഇതൊന്നുമില്ല. അവരെത്ര വേണമെങ്കിലും അടിച്ചോട്ടെ, ഞങ്ങളൊരു ഗോളെങ്കിൽ ഒരു ഗോള് വീണ്ടും അടിക്കാൻ ശ്രമിക്കും എന്നുള്ള രീതിയിൽ ഗംഭീരമായിട്ട് അറ്റാക്ക് ചെയ്യുന്നു. കുറാസാവോയ്ക്ക് പിഴച്ചത് അവർ ഫൈനൽ തേർഡ് വരെ ഗംഭീരമായിട്ട് പോകുന്നുണ്ട്. ഫൈനൽ തേർഡിൽ ഫിനിഷിങ്ങിൽ അവർക്കൊരു പോരായ്മയുണ്ട്. ഫൈനൽ തേർഡിൽ ആർക്ക് പാസ് ചെയ്യണമെന്നുള്ളൊരു ആശങ്കയുണ്ട്. ചിലപ്പോഴെങ്കിലും ഒരു ഗ്ലോറി സാധനത്തിന് വേണ്ടിയിട്ട് ഒറ്റയ്ക്ക് അടിച്ച് കളയുന്ന, അല്ലെങ്കിൽ അവിടുന്ന് ഡ്രിബിൾ ചെയ്യാൻ ശ്രമിച്ച് ബോൾ കളയുന്ന കാഴ്ചകൾ നമ്മൾ കുറേ കണ്ടിട്ടുണ്ട്. അപ്പോൾ കുറാസാവോയെ സംബന്ധിച്ചിടത്തോളം ഒരു 1.5 ലക്ഷം മാത്രം ജനസംഖ്യയുള്ള ആ സ്റ്റേഡിയത്തിലെ വന്ന ഏകദേശം ആൾക്കാരൊക്കെ തന്നെ അവരുടെ നാട്ടിലുള്ളൂ എന്നുള്ളതാണ്. ടോട്ടൽ കപ്പാസിറ്റിയുടെ അത്രയൊക്കെ അവരുടെ നാട്ടിലുള്ളൂ എന്നുള്ളതാണ് അതിലൊരു കൗതുകം എന്ന് പറയുന്നത്. ആ രാജ്യം വന്ന് ജർമ്മനിക്കെതിരെ അവരുടെ ആദ്യ മത്സരത്തിൽ തന്നെ, വേൾഡ് കപ്പ് മത്സരത്തിൽ തന്നെ ഒരു ഗോൾ നേടാൻ കഴിഞ്ഞു എന്നുള്ളത് കുറാസാവോയെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ നേട്ടമാണ്. ജർമ്മനി ആദ്യ പകുതിയുടെ ഒരു അരമണിക്കൂറിൽ ഒന്ന് പേടിച്ചെങ്കിലും പിന്നീട് കൃത്യമായിട്ടുള്ള ജർമ്മനി എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് കാണിച്ചു തന്നു. പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫ് എന്ന് പറയുന്നത് അവർക്കൊരു ട്രെയിനിങ് സെഷൻ പോലെയായിരുന്നു. അത് നമ്മൾ കൃത്യമായിട്ട് കണ്ടു. വളരെ ഗംഭീരമായിട്ട് തന്നെ അവർ കളിച്ചു. പ്രത്യേകിച്ച് ഗോളുകൾ, ഒരുവിധം പ്ലെയേഴ്സ് എല്ലാം ഗോൾ നേടാൻ കഴിഞ്ഞു. അതിനകത്ത് എനിക്ക് തോന്നുന്നു ലിറോയ് സാന മാത്രമാണ് മരിച്ച് കളിച്ചിട്ടും ലിറോയ് സാനയ്ക്ക് മാത്രം ഒരു ഗോൾ നേടാൻ കഴിഞ്ഞിട്ടുള്ള ഒരു ആശങ്കയുണ്ട്. കിമ്മിഷൊക്കെ എന്താണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് അതിൻ്റെ കംപ്ലീറ്റ് നൽകി. അദ്ദേഹത്തിന് 2 ഗോൾ അടിക്കാനുള്ള നല്ല ചാൻസ് ഉണ്ടായിരുന്നു. അതെല്ലാം അസിസ്റ്റ് നൽകിക്കൊണ്ടാണ് കിമ്മിഷ് കളിക്കുന്നത്. അപ്പോൾ ജർമ്മനിയുടെ ഒരു ക്ലാസ് എന്താണെന്ന് കാണിച്ച മത്സരമായിരുന്നു. പക്ഷേ കുറാസാവോയെ സംബന്ധിച്ചിടത്തോളം വളരെ കുഞ്ഞൻ ടീമാണ്. അവരെ കൊണ്ട് ചെയ്യാവുന്നത് ചെയ്തു. നല്ലൊരു
രസകരമായൊരു മത്സരം കണ്ടൊരു സന്തോഷമായിരുന്നു ആ മത്സരം. ഫൈസലെ, ഈ ജർമ്മനിയെ പറ്റി പറയുമ്പോഴേ എൻ്റെ ഒരു നിരീക്ഷണം, അല്ലെങ്കിൽ പൊതുവിൽ ആൾക്കാർ കരുതുന്നൊരു കാര്യം ഞാൻ പറയാം. ജർമ്മനി മാന്യമാരായിട്ടുള്ള ഒരു സംഘമാണ്. അല്ലായിരുന്നുവെങ്കിൽ 2014 അവർ 7 ഗോൾ നിർത്തില്ലായിരുന്നു. അത് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു. കുറഞ്ഞ പക്ഷം 15 ഗോളെങ്കിലും വീഴേണ്ട ഒരു കളിയായിരുന്നു അത്. 7 ഗോളിൽ അവർ നിർത്തുന്നു. ഒരു ഘട്ടത്തിൽ അവർക്ക് മതിയായി. പിന്നീട് രണ്ടാം പകുതിയിൽ 2 ഗോൾ അടിക്കുകയും ചെയ്തു. ആദ്യ ഘട്ടത്തിൽ നിന്ന് അവർ വിജയം ഉറപ്പിക്കുകയും ചെയ്തു. ഇന്നലത്തെ കളിയിൽ ഇവർക്ക് സാധ്യമാകുമായിരുന്നു. പക്ഷേ ഒരു ഘട്ടത്തിൽ, ഏറ്റവും അവസാന കളിയിലേക്ക് വരുന്ന ഘട്ടത്തിൽ ബോക്സിനകത്ത് വരെ എത്തിയതിന് ശേഷവും അവർ പന്ത് വിട്ടുകളഞ്ഞ് മടങ്ങുന്നൊരു കാഴ്ച പലപ്പോഴും ജർമ്മൻ താരങ്ങളിൽ നിന്ന് ഞാൻ ഇന്നലെ കണ്ടിരുന്നു. വീണ്ടും ഒരു ഗോൾ വേണ്ടല്ലോ എന്നുള്ള രീതിയിൽ എനിക്ക് ഒരുപക്ഷെ 7-1 ഒന്നുകൂടി ഓർത്തുകൊള്ളട്ടെ എന്നുള്ള അതിന് വേണ്ടിയിട്ട് അവർ നിർത്തിയതാണോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ടീമാണ്. ഇന്നലത്തെ മത്സരത്തിൽ എന്തെങ്കിലുമൊക്കെ ഓർമ്മിപ്പിക്കുന്നുണ്ടോ? രണ്ടാമത്തെ കാര്യം, ജർമ്മനിയുടെ തിരിച്ചു വരവെന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം ഒരു അർത്ഥത്തോളം. കാരണം കഴിഞ്ഞ 2 ലോകകപ്പുകളിലും ആദ്യ റൗണ്ടിൽ തന്നെ ആദ്യ മത്സരം തന്നെ തോൽക്കുന്നതും അവരുടെ ശീലമായിരുന്നു. 2014 അപേക്ഷിച്ച് ക്ലോസയെ പോലുള്ള താരങ്ങളുടെ വിട്ടുപോക്ക് പുതിയൊരു താരനിരയെ വളർത്തിക്കൊണ്ടുവരാനുള്ള ഒരു കാലം വൈകിപ്പോയത്. പക്ഷേ ഇത്തവണ യുവത്വവും പരിചയസമ്പന്നതയും സംയുക്തമായിട്ടുള്ള ഒരു ടീമാണ്. അത് മുസിയാലിനെ പോലെയുള്ള അവർ പ്രതീക്ഷ കാക്കുന്നുണ്ട് ജർമ്മനിയെ സംബന്ധിച്ച്. അപ്പോൾ ഈ ജർമ്മനിയെ എവിടെ പിടിച്ചു നിർത്താൻ കഴിയുമെന്നുള്ള സംശയമാണ്. എവിടെ വരെ അവർ പോകാൻ സാധ്യത? ജർമ്മനി ആദ്യ മത്സരത്തിൽ തന്നെ വരവറിയിച്ചു എന്നുള്ളതാണ്. മറുവശത്ത് കുറസാവ എനിക്ക് തോന്നിയത് ജയേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ ഒരു വേദിയിലെത്തിയതിൻ്റെ ഒരു സഭാകമ്പം ഇല്ലായിരുന്നുവെങ്കിൽ കുറച്ചുകൂടെ നല്ല റിസൾട്ടായിരിക്കും ഉണ്ടാവുക എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പ്രത്യേകിച്ച് ഇപ്പോൾ നമുക്കറിയാം ജർമ്മൻ താരങ്ങളെല്ലാം നന്നായി കളിച്ചവരാ. പക്ഷെ എങ്കിൽ പോലും ഈ കുറസാവയുടെ നിരയിലെ ജുനിനോ, ബക്യൂന എല്ലാവരുടെയും മനം ഈ വേൾഡ് കപ്പ് ആദ്യമായിട്ട് ബ്രദേഴ്സ് ഇറങ്ങിയൊരു മാച്ച് ബ്രദേഴ്സ്. പിന്നെ ജർമ്മനിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം അവര് ഏത് ഇപ്പോൾ ഡിഫൻസിലാണെങ്കിലും മിഡ്ഫീൽഡിലാണെങ്കിലും അറ്റാക്കിങ്ങിലാണെങ്കിലും അവർക്ക് എണ്ണം പറഞ്ഞ താരങ്ങളുണ്ട്. ഇപ്പൊ കൈ ഹവേർട്സ് നമുക്കറിയാം ചാമ്പ്യൻസ് ലീഗിൽ ഗോളടിച്ചു വരുന്നു. അദ്ദേഹം ആ ഫോം നിലനിർത്തുന്നു എന്നുള്ളതാണ് നമ്മൾ ലോകകപ്പിന്റെ ആദ്യ മത്സരത്തിലും കണ്ടത് എന്നുള്ളതാണ്. അദ്ദേഹം 2 ഗോൾ നേടി എന്നുള്ളതാണ്. ഇപ്പൊ മുസിയാലയെ കുറിച്ച് നമ്മൾ പറഞ്ഞു. പക്ഷെ മുസിയാലക്ക് അദ്ദേഹത്തെ സബ് ചെയ്ത ശേഷം വന്ന ഡെന്നിസ് ഉണ്ടാവനെ കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ടിയിരിക്കുന്നു. അദ്ദേഹം എനിക്ക് തോന്നുന്നു ആകെ 30 മിനിറ്റാണ് കളിച്ചത്. ആ 30 മിനിറ്റിനിടെ ഉണ്ടാക്കിയ ഇമ്പാക്റ്റ്, അദ്ദേഹത്തിന്റെ വർക്ക് റേറ്റ് ഭീകരമാണ്. മുസിയാലയേക്കാൾ ഭീകരമാണെന്ന് എനിക്ക് തോന്നുന്നത്. 2 അസിസ്റ്റും 1 ഗോളും അദ്ദേഹം സ്വന്തമാക്കി. കഴിഞ്ഞ 7 കളിയിൽ 7 ഗോൾ അടിച്ചിട്ടുണ്ട് വേണ്ടിയിട്ട്. മാത്രമല്ല ഇന്നലെ ക്യുറസാവയുടെ കൗണ്ടർ അറ്റാക്കിങ്ങിന്റെ സമയത്ത് പുള്ളി ഡിഫൻസ് പോയിട്ട് പന്തെടുത്തിട്ട് ഫ്രണ്ടിലേക്ക് വരുന്നുമുണ്ട്. അപ്പോൾ ആ തരത്തിൽ ഒരു സ്ട്രെങ്ത് ഉള്ള ടീമാണ് എന്നുള്ളത് ജർമ്മനി തെളിയിച്ചു. അതായത് ഇത്തവണ ഒരു ടോപ്പ് ഫേവറേറ്റുകളിൽ ഞങ്ങളുണ്ട് എന്ന് അവർ വിളിച്ചു പറയുന്ന ഒരു മത്സരം കൂടിയായിരുന്നു ഇത് എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ സ്വാഭാവികമായിട്ടും ഇപ്പം ഫ്ലോറിയൻ വിറ്റ്സ് നന്നായി കളിച്ചാണ്. സൂചിപ്പിച്ചതുപോലെ തന്നെ ലിറോയ് സാനയാണ്. പക്ഷേ അദ്ദേഹം നന്നായി കളിച്ചെങ്കിൽ ആ ഒരു ഗോൾ വരാത്തൊരു താരം എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും എല്ലാ മേഖലയിലും ഫെലിമച്ചോയുടെ പേര് നമ്മള് വിട്ടുപോയതാണ്. തുടക്കത്തിൽ എന്ത് തീപ്പൊരി സാധനമായിരുന്നു. അതെ. അപ്പോൾ അതായത് മിഡ്ഫീൽഡ് അവരുടെ പൗലോവിച്ച് ആണെങ്കിലും അതായത് അവർ നല്ല കോംബോ ആയിരുന്നു എന്നുള്ളതാണ്. അപ്പം ജർമ്മനിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വീക്കുണ്ടോ എന്ന് ചോദിച്ചാൽ അത് കുറസാവ് ഒരു ഗോൾ നേടിയത് അവരുടെ ഡിഫൻസിന്റെ ഒരു വീഴ്ച തന്നെയായിട്ട് നമ്മൾ കാണണം. പലപ്പോഴായിട്ട് ഈ ജയസ് സൂചിപ്പിച്ചതുപോലെ ഈ ഫൈനൽ തേർഡിൽ എങ്ങനെ ലക്ഷ്യം കാണണം എന്നുള്ളത് അത് ബിഗ് ടീമുകൾക്ക് ബിഗ് മാച്ചുകളിൽ അതിനൊരു പ്രത്യേക അവരുടെ എക്സ്പീരിയൻസ് ഉണ്ട്. കുറസാവയെ സംബന്ധിച്ചിടത്തോളം അത് അവർക്കില്ലാതെ പോയി. മാത്രമല്ല ഒരു ക്ലിനിക്കൽ ഫിനിഷറുടെ ഒരു അഭാവം അവർക്കുണ്ടായിരുന്നു എന്നുള്ളതാണ്. അവർ പന്തെത്തിക്കാത്തതല്ലായിരുന്നു അവരുടെ പ്രശ്നം. ഈ ഡിയിലേക്ക് കയറുമ്പോഴുണ്ടായിരുന്ന ഒരു ചെറിയ പ്രശ്നം, അവിടെ ഉണ്ടാകുന്ന ചെറിയ പ്രോബ്ലം മാത്രമായിരുന്നു. ആശയക്കുഴപ്പമുണ്ട്. അത് പാസ് ചെയ്യണോ അത് ഷൂട്ട് ചെയ്യണോ എന്നുള്ള പല ഷൂട്ടുകളും ജയേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ അത് ഒരു പക്ഷേ ഒന്ന് മറിച്ചു നൽകിയിരുന്നെങ്കിൽ, ഒരു പാസ് നൽകിയിരുന്നെങ്കിൽ ഗോളാകുമായിരുന്ന പല അവസരങ്ങളും അവർ ലോങ് റേഞ്ചറിനും അല്ലെങ്കിൽ ഒരു സോളോ മൂവിനും ഒക്കെ ശ്രമിച്ചിട്ട് നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ലെഫ്റ്റ് വിങ്ങിലൂടെ റൈറ്റിലേക്കൊന്ന് മാറിക്കാവുന്ന 3-4 അവസരങ്ങൾ, പക്ഷെ അത് നടന്നില്ല. ഒരു പക്ഷെ അങ്ങനെയെങ്കിൽ ജർമ്മൻ ഡിഫൻസ് പൊട്ടുമായിരുന്ന ഒരു സാഹചര്യം കൂടെ ഉണ്ടായിരുന്നു.
എന്തായാലും കുറസാവോ അവരുടെ ആദ്യ മത്സരം ഇപ്പോൾ ഈ സ്കോർ സൂചിപ്പിക്കുന്നത് പോലെ ആയിരുന്നല്ല മത്സരം എന്നുള്ളതാണ്. അവർ ഒരു ഫുട്ബോൾ ആരാധകരെ അവർ ആനന്ദിപ്പിച്ചിട്ടുണ്ട് അവരാലാവുന്ന. ഇപ്പോൾ ഞാൻ പറയുന്നത് അവരേതെങ്കിലും ഫുട്ബോളിലെ മനോഹരമായ മൂന്ന് നടത്തിയെന്നല്ല, ജർമ്മനിയെ പോലുള്ള ഒരു ടീമിനെതിരെ ഒരു അറ്റാക്കിംഗ് ഫുട്ബോൾ നടത്തിക്കൊണ്ട് പൂർണ്ണമായ ബസ് പാർക്കിങ്ങോ അല്ലെങ്കിൽ പൂർണ്ണമായ ഡിഫൻസിലേക്കോ അവർ 6 ഗോൾ വാങ്ങിയിട്ട് പോലും അല്ലെങ്കിൽ 7 ഗോൾ വാങ്ങിയിട്ട് പോലും അവർ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു എന്നുള്ളതാണ്. പിന്നെ ജർമ്മനിയുടെ ഈ മഹാമനസ്കത അത് 7 ഗോൾ അടിച്ച ശേഷം മാത്രമേ അവർക്ക് ഉണ്ടാവാറുള്ളൂ എന്നുള്ളത് ഒരു പ്രശ്നം. അല്ലെങ്കിൽ ഇനിയിപ്പോ ഇത് ബ്രസീൽ മാത്രമല്ല, ഇപ്പോ മുമ്പ് അർജന്റീനക്ക് 4 കൊടുത്തതുണ്ട്. അപ്പൊ ജർമ്മനി മഹാമനസ്കരാകുന്നത് 4-5 കൊടുത്തതിന് ശേഷം മാത്രമാണ്. അപ്പൊ അതുകൊണ്ട് അത്ര മാന്യന്മാരായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. രണ്ടാമത്തെ കാര്യം, ഈ പെനാൽറ്റി ബോക്സിലേക്ക് വരുമ്പോൾ കുറാസോവയുടെ ഒരു പ്രകടനം ഭയങ്കരമായിട്ട് അവരുടെ പെനാൽറ്റി ബോക്സിൽ, അതായത് ഒരിക്കലും ഡ്രിബിൾ ചെയ്തോ അല്ലെങ്കിൽ ഗ്രൗണ്ടറിലൂടെയോ ബോക്സിലേക്ക് കടന്നു കയറി കുറാസോവൻ പ്രതിരോധത്തെ മറികടന്നുകൊണ്ട് ഗോളിലേക്ക് പോകാൻ ജർമ്മനിക്ക് കഴിഞ്ഞിട്ടില്ല. ഇന്നത്തെ മത്സരം വീക്ഷിക്കാൻ കഴിയും. അത് ഗതികേട് മതിയായ ഘട്ടത്തിലാണ് ആ ഫസ്റ്റ് മച്ചാൻ്റെ ഷോട്ട് വരുന്നത്, ലോങ് റേഞ്ച് ഷോട്ട് വരുന്നത്. അപ്പം ബോക്സിനകത്തുണ്ടാകുന്ന ഈ എതിർ ബോക്സിൽ പോയി ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നവർക്ക് സ്വന്തം ബോക്സിൽ, കുറാസോവയെ സംബന്ധിച്ച് സ്വന്തം ബോക്സിൽ ജർമ്മനി നേടുമ്പം കൃത്യമായ ധാരണയുണ്ട്. അവരുടെ കാലുകൾ കൃത്യമായിരുന്നു, പിന്നെ പന്ത് അടക്കം എതിർ നീക്കങ്ങളെ പൊളിക്കാനുള്ളൊരു നീക്കം. അപ്പോൾ അത് ഒരു പുതിയ ടീമിനെ സംബന്ധിച്ച് എങ്ങനെയാണ് സാധ്യമാകുന്നത് ഇത്തരം വലിയ മത്സരങ്ങളിൽ? ഒന്ന്, കുറാസോവയെ സംബന്ധിച്ചിടത്തോളം അവർക്കറിയാം നഗൽസ്മാൻ ഏത് രീതിയിലായിരിക്കും കളിക്കുക. അവർ എക്സ്പെക്ട് ചെയ്യുമല്ലോ ജർമ്മനി ഏത് രീതിയിലായിരിക്കും വരിക. പ്രത്യേകിച്ച് അവിടെ ലെറോയ് സാനെ പോലെ ഒരാൾ, ഫ്ലോറിൻ വിർട്സിനെ പോലെയുള്ള വളരെ വേഗതയായ നല്ല സ്കില്ല് കളിക്കുന്ന, സിയാലെ പോലെ നല്ല സ്കില്ല് കളിക്കുന്ന, സ്റ്റെപ്പ് ഓവർ ചെയ്ത് കളിക്കാൻ പോകുന്ന ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട്. അപ്പോൾ ആ രീതിയിലേക്ക് അവർ അറ്റാക്ക് എന്ന് പറയാം. അപ്പോൾ തുടക്കത്തിൽ അവരുടെ ഡിഫൻസ് ഷേപ്പ് കറക്റ്റ് ആയിരുന്നു. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ആദ്യത്തെ ഒരു അരമണിക്കൂർ നമുക്കറിയാം, അത് ആ സമയത്ത് അവരുടെ കോമ്പിനേഷൻ, ടീമിൻ്റെ ഒത്തിണക്കം ഭയങ്കരമായിരുന്നു. അപ്പോൾ ഓരോ സേവിനും പ്ലെയേഴ്സ് പരസ്പരം വന്ന്, ഗോളിയായാലും ഡിഫൻഡേഴ്സും വന്നിട്ട് നെഞ്ഞുകൊണ്ടടിച്ചും കൈകൊണ്ടടിച്ചും ഒക്കെ അത് ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഒന്നാണെന്നുള്ളൊരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് ഇല്ല ഞങ്ങളെ പൊട്ടിക്കാൻ കഴിയില്ല എന്ന് നമ്മൾ പറയാതെ പറയുന്നൊരു സാധനം ഉണ്ടല്ലോ, ആ അവരുടെ ഒരു ആ സമയത്തുള്ളൊരു ചേഷ്ടകളൊക്കെ കൃത്യമായിരുന്നു. പക്ഷെ പിന്നീട് രണ്ടാമത്തെ ഗോൾ വന്നതിന് ശേഷമാണ്, ജർമ്മനിയുടെ രണ്ടാമത്തെ ഗോൾ വന്നതിന് ശേഷമാണ് അവരാകെ പൊട്ടിപ്പോകുന്നത്. ജർമ്മനി അവർ പ്രോപ്പറായിട്ട് കൃത്യമായിട്ടുള്ള നല്ല അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് അവരുടെ മിഡ്ഫീൽഡേഴ്സ് കളിച്ചത്. പരിശീലകരെ കുറിച്ച് കൂടി പറയാൻ, കാരണം ഈ ലോകകപ്പിൽ ഏറ്റവും പ്രായമേറിയ ഡിഗ് വാൻ അഡ്വക്കേറ്റ് എന്ന് പറയുന്ന പരിശീലകൻ പരിശീലിപ്പിക്കുന്ന കുറസോവ ടീമും, മറ്റത്ത് നേരെ പകുതിയോളം പ്രായമുള്ള നിഗസ്മാന്റെ 39 വയസ്സാണ് അദ്ദേഹത്തിന് പ്രായം. അപ്പം യുവത്വം മാനുവൽ നോയറേക്കാളും 1 വയസ്സ് ഇളയതാണ് അവരുടെ പരിശീലനം, ജർമ്മനിയുടെ പരിശീലനം എന്നുള്ളത്. ആ ഒരു താരതമ്യം കൂടി നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. മാനുവൽ നോയർക്ക് അങ്ങനെ ഒരു ഭാഗ്യമുണ്ട്, പരിശീലകനെ തന്നെക്കാൾ പ്രായം കുറഞ്ഞ പരിശീലകരൊപ്പം കളിക്കാനുള്ള. അദ്ദേഹം വിൻസെന്റ് കമ്പനി ക്ലബ്ബിൽ കളിക്കുമ്പോൾ വിൻസെന്റ് കമ്പനി അദ്ദേഹത്തിന്റെ പരിശീലകൻ, അദ്ദേഹത്തെക്കാളും 2-3 വയസ്സ് ഇളയതാണ്. ഇപ്പോൾ നഗൽസ്മാൻ ആയാലും അദ്ദേഹത്തെക്കാളും 2 വയസ്സ് ഇളയതാണ്. 41 വയസ്സിലേക്ക് കിടക്കുന്നു മാനുവൽ നോയർ. 2 പരിശീലകരും തമ്മിൽ ഒന്ന് ഡിഗറ്റ്സ് തനിക്ക് കിട്ടിയ പ്ലേയേഴ്സിനെ വെച്ച് അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റുമോ പരമാവധി അദ്ദേഹം ചെയ്യുന്നുണ്ട്. നമുക്കറിയാം പ്രോപ്പറായിട്ട് ആ സമയത്ത് തന്നെയുള്ള ഓരോ സംഭവം. ഫസ്റ്റത്തെ ഗോൾ അടിക്കുമ്പോൾ പോലും, അതായത് ജർമ്മനിക്കതൊരു 1-1 സ്കോർ വരുമ്പോൾ പോലും അദ്ദേഹം ഒരു അമിതമായ ആഹ്ലാദത്തിന് അദ്ദേഹം തുനിയുന്നൊന്നുമില്ല. അദ്ദേഹം കൃത്യമായിട്ട് നിന്ന് അത് കഴിഞ്ഞ് ഉടനെ തന്നെ നമ്മൾ ശ്രദ്ധിക്കും, അദ്ദേഹം വിസിലടിച്ചുകൊണ്ട് പ്രോപ്പറായിട്ട് ആ ഷേപ്പ്, ടീമിന്റെ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അത്തരത്തിൽ അദ്ദേഹം വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, എനിക്ക് തോന്നുന്നു 20-ൽ കൂടുതൽ പ്രൊഫഷണൽ ടീമുകളെ പരിശീലിപ്പിച്ചിട്ടുള്ള ഒരു പരിശീലനമാണ് ഡിഗറ്റ്സ്. അത് ഒരു ഭാഗത്ത്. നഗൽസ്മാൻ കൃത്യമായിട്ട്, അതായത് ഞാൻ സൂചിപ്പിച്ചിരുന്നു, ജർമ്മനി ഒരു കൃത്യമായിട്ടൊരു ഫാക്ടറിയാണ്. അത് ഒരു കൃത്യമായിട്ട് ഓരോ അച്ചുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, അതിനകത്ത് ഇട്ട് കൊടുത്താൽ മതി, അത് പ്രോപ്പറായിട്ട് ആ ഒരു സിസ്റ്റത്തിലൂടെ അങ്ങനെ പൊക്കോളും. അതിന്റെ ഒരു ലേറ്റസ്റ്റ് വെർഷനാണ് ജൂലിയസ് നഗൽസ്മാൻ. എനിക്ക് ഇന്നത്തെ ഒരു നിമിഷം കൂടി പറയേണ്ടിയിരിക്കുന്നത്, അതായത് കുറസോവ ഗോൾ അടിച്ചതിന് ശേഷം ഡിഗറ്റ് എന്ന് പറയുന്ന അദ്ദേഹം അല്പം കണ്ണീരണിഞ്ഞോന്ന് തോന്നുന്നു, കണ്ണ് തുടയ്ക്കുന്നൊരു ചിത്രങ്ങൾ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വലിയ സൗഭാഗ്യമായിട്ട് തന്നെ പരിശീലിപ്പിച്ച ടീം അദ്ദേഹത്തിന് കൊടുക്കുന്നൊരു റിവാർഡ് അത് അംഗീകരിക്കപ്പെടേണ്ടിയിരിക്കുന്നു. നമുക്ക് രണ്ടാമത്തെ മത്സരത്തിലേക്ക് പോകാം. അതിഗംഭീരമായിട്ടുള്ള ഒരു മത്സരം എന്ന് പറയാം. ഈ ലോകകപ്പ് ഇതുവരെ കണ്ട ഏറ്റവും മികച്ച മത്സരം, അതായത് നെതർലാൻഡ്സ് വേഴ്സസ് ജപ്പാൻ എന്ന് പറയുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച പോലെയുള്ള ഒരു മത്സരം തന്നെയാണ്. അത് അതിവേഗക്കാരുടെ പോരാട്ടം. പിന്നെ മാത്രവുമല്ല, ഉയരക്കൂടുതൽ കൊണ്ടും ഉയരക്കുറവ് കൊണ്ടും ശ്രദ്ധിക്കപ്പെട്ട 2 ടീമുകൾ. അവരാണ് അതിവേഗം കൊണ്ട് മത്സരത്തെ ഈ അവസാന നിമിഷങ്ങളിൽ പോലും സമനില ഗോൾ വരുന്ന ഒരു കാഴ്ച കാണുന്നു. അപ്പോൾ എങ്ങനെയായിരുന്നു മത്സരം? ഈ ലോകകപ്പ് കിരീടം നേടുമെന്ന് പലരും പ്രവചിക്കുന്ന ടീമുകളിലൊന്നാണ്
നെതർലാൻഡ്സ്. ആ നെതർലാൻഡ്സിനെ ജപ്പാൻ പിടിച്ചു കെട്ടി എന്നുള്ളത് ചില്ലറ കാര്യമല്ല. മാത്രമല്ല ഈ ലോകകപ്പിൽ ഏഷ്യൻ ടീമുകളുടെ ഒരു വർക്ക് റേറ്റ്, അവരുടെ ഒരു പ്രകടനം എടുത്തു പറയേണ്ടതാണ്. ഏഷ്യൻ കോൺഫെഡറേഷനിൽ ഇതുവരെ പിന്നെ ആരും തോറ്റിട്ടില്ല. എന്നാലും ഇപ്പോൾ ഓസ്ട്രേലിയ തുർക്കിയെ നെട്ടിച്ചതാണ് കണ്ടതാണ്. അതിന് തൊട്ടു പിന്നാലെയാണ് ഇന്ന് ജപ്പാൻ നെതർലാൻഡ്സിനെതിരെ നെട്ടിക്കുന്നത്. നെതർലാൻഡ്സിനെതിരെ പിന്നിൽ നിന്ന ശേഷവും ജപ്പാൻ കളിച്ചൊരു കളിയുണ്ട്. അത് അവസാന നിമിഷം വരെ 89-ാം മിനിറ്റിൽ സമനില ഗോൾ നേടുന്നത് വരെ അവരുടെ ഒരു കോൺഫിഡൻസ് ഉണ്ട്. പ്രത്യേകിച്ച് അവരുടെ ഗോൾ കീപ്പറെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അദ്ദേഹം ആദ്യ പകുതിയിൽ ഗോൾ വഴങ്ങാതിരിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അവരുടെ ഗോൾ കീപ്പറുടെ പെർഫോമൻസ് തന്നെയാണ് എന്നുള്ളതാണ്. മലാന്റെ ഷോട്ടുകൾ അവസാന നിമിഷത്തിലെ ഒരു സേവ്. പിന്നീട് മോറിയാസ് നടത്തിയ നല്ല ഒന്നാന്തരം സബ്സ്റ്റിറ്റ്യൂട്ടുകൾ, അതും മത്സരത്തെ 5 പേരെ ഒരുമിച്ച് മാറ്റുന്നു. അവർ കൃത്യമായി ഫീൽഡിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. അതിൽ ഒരു സബ്ബാണ് അവസാന ഗോളിലേക്ക് പാസ് നൽകുന്നത് എന്നുള്ളതാണ്, കഗാവ എന്നുള്ളത്. അപ്പം ഒരേ സമയം തന്നെ ബെഞ്ചിലും ഫീൽഡിലും സ്ട്രെങ്ത് ഉണ്ട് എന്നുള്ളത് ആദ്യ മത്സരത്തിൽ തന്നെ ജപ്പാൻ തെളിയിച്ചു എന്നുള്ളതാണ് ഈ മത്സരത്തിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ആ ഗ്രൂപ്പ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഒരു മരണ ഗ്രൂപ്പ് എന്നുള്ള തലത്തിലേക്ക് മാറിയിരിക്കുന്നു, കടുകട്ടി ഗ്രൂപ്പിലേക്ക് മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും നെതർലാൻഡ്സിൽ നിന്ന് ഇപ്പോൾ നമ്മൾ ജപ്പാന്റെ പ്രകടനം പറയുമ്പോൾ തന്നെ നെതർലാൻഡ്സിന്റെ പ്രകടനത്തെ നമ്മൾ ചെറുതായി കാണേണ്ടതില്ല. ശക്തരായ എതിരാളി ജപ്പാൻ ആയതുകൊണ്ട് മാത്രമാണ്. നെതർലാൻഡ്സ് നന്നായി കളിച്ചു. അവർക്ക് ബോളിൽ അവർക്ക് മേധാവിത്വം ഉണ്ടായിരുന്നു, പൊസിഷനിൽ അവർക്ക് മേധാവിത്വമുണ്ട്. മാത്രമല്ല അവരാണ് കൂടുതൽ ഗോൾ ഷോട്ടുകൾ അടിച്ചത്. പക്ഷേ എനിക്ക് നെതർലാൻഡ്സിൻ്റെ ഒരു മത്സരത്തിൽ എനിക്ക് തോന്നിയത് അവരെല്ലാ സമയവും ഡിയിലേക്ക് പെനിട്രേറ്റ് ചെയ്ത് കയറാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. മാത്രമല്ല അവരുടെ എല്ലാ ഷോട്ടുകളും ഒട്ടുമിക്ക ഏതാണ്ട് 90% ഗോൾ ഷോട്ടുകളും ബോക്സിനുള്ളിൽ നിന്നാണ് വന്നത് എന്നുള്ളതാണ്. ലോങ് റേഞ്ചറുകളൊക്കെ അവർ ശ്രമിച്ചതേ ഇല്ല എന്നുള്ളതാണ്. അത് ജപ്പാന്റെ ഒരു ഡിഫെൻസീവ് സ്ട്രെങ്ത് കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എങ്ങനെയായിരുന്നു മത്സരം? തീർച്ചയായിട്ടും ഇന്നലെ ഈ മത്സരത്തിന് മുമ്പ് പറഞ്ഞതുപോലെ ഈ ഉയരക്കൂടുതലും ഉയരക്കുറവും ലോകത്തെ ഫുട്ബോൾ പ്രധാന ടീമുകളൊക്കെ എടുക്കുകയാണെങ്കിൽ ഷോർട്ടസ്റ്റ് ടീമുകളിൽ വരുന്ന കൂട്ടരാണ് ജപ്പാൻ എന്ന് പറയുന്നത്. അവരുടെ ആവറേജ് ഹൈറ്റ്, പ്ലേയേഴ്സ് ഹൈറ്റ് എന്ന് പറയുന്നത് 5.5 അടി അല്ലെങ്കിൽ 6 അടിക്ക് താഴെയാണ്. പക്ഷേ ഇന്നലെ അവർ നേടുന്ന സമനില ഗോളിന് ഉയരക്കൂടുതൽ അനുകൂലമായിട്ടുള്ളത് 6 അടിയോളം വരുന്നൊരു താരമാണ് ഗോൾ അടിച്ചിട്ടുള്ളത്, ആ ഹെഡറിലൂടെ ഗോൾ വരുന്നത്. അപ്പോൾ മറുഭാഗത്താണെങ്കിൽ 6.5 അടിയോളം ഉയരം വരുന്ന വാണ്ടിക്കിനെ പോലെയുള്ളവരുണ്ട്. അപ്പോൾ ഈ 2 താരതമ്യം കൊണ്ട് തന്നെ ജപ്പാനെ അപ്രസക്തരാക്കുന്നു എന്നുള്ളതായിരുന്നു മുൻപുണ്ടായിരുന്ന വിശകലനങ്ങൾ. പക്ഷേ ജപ്പാൻ പ്രൂവ് ചെയ്യുകയാണ്. അതായത് മധ്യനിരയിൽ കളി മെനയാൻ കഴിയുന്നുണ്ട്, അറ്റാക്കിംഗ് ഒരു പ്രശ്നവും അവർക്കുണ്ടാകുന്നില്ല. അതിവേഗത്തിലുള്ള കളി അവരുടെ കളിയുടെ ബാലൻസിങ്ങിനെ ബാധിക്കാതിരിക്കാനും പ്ലെയേഴ്സിന് കഴിയുന്നുണ്ട്. അത് എത്രത്തോളം മെച്ചപ്പെടുന്നുണ്ട് ജപ്പാനെ സംബന്ധിച്ച്? ഉറപ്പായിട്ടും. അപ്പോൾ അതിനകത്ത് ഫുട്ബോൾ കളിക്കുന്ന രാജ്യങ്ങളിൽ ഏറ്റവും ഹൈറ്റ് കുറഞ്ഞ രാജ്യങ്ങളിലൊന്ന് ആണ് ജപ്പാന്. ഏറ്റവും ഹൈറ്റുള്ള രാജ്യങ്ങളിലൊന്നാണ്. ഇപ്പോൾ പോളണ്ടും നെതർലൻഡ്സും ഒക്കെയാണ് ഏറ്റവും ഹൈറ്റുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള പ്ലേയേഴ്സ് ഉള്ളത്. അപ്പോൾ അതിൽ വാൻഡേക്കിനെ പോലെയുള്ള താരങ്ങൾക്കൊപ്പം മുട്ടി നിൽക്കുക എന്ന് പറയുന്നത് തന്നെ അത് ഹൈറ്റ് അഡ്വാൻറ്റേജ് കൊണ്ട് മാത്രമല്ല. വാൻഡേക്ക് നമുക്കറിയാം ഏത് രീതിയിലാണ് അദ്ദേഹം സ്വീപ്പ് ചെയ്യാറുള്ളത് എന്നുള്ളത് ഓപ്പണന്റ് പ്ലേയേഴ്സിനെ. അപ്പോൾ അവരുടെ മുമ്പിൽ കട്ടയ്ക്ക് നിൽക്കുക എന്ന് പറയുന്നത് വലിയ കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് കമൻട്രിയിൽ പലപ്പോഴും പറയുന്നുണ്ടായിരുന്നു ഡച്ചുകാർക്കെതിരെ ഏരിയൽ ബോളുകൾ അധികം ഇനി പരീക്ഷിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിൽ കമൻട്രി പറയുന്നുണ്ടായിരുന്നു. ആ സമയത്താണ് ഒരു ഏരിയൽ ബോൾ നിന്ന് അവരുടെ ഒരു കമാഡ ഡ്രോ ഗോൾ വരുന്നത്, അത് 59-ാം മിനിറ്റിൽ വരുന്നത് എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഡച്ചിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഫൈസൽ സൂചിപ്പിച്ചിരുന്നു, ജപ്പാൻ അഡ്വാൻറ്റേജ് ആയത് അവരുടെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻസ് ആയിരുന്നു, 5 സബ്സ്റ്റിറ്റ്യൂഷൻസ്. പ്രത്യേകിച്ച് ജപ്പാൻ ഒരിക്കലും ഒരു ടീമുകളും അതിനിപ്പോൾ റാങ്കിങ്ങിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന ടീമായെങ്കിലും ഏറ്റവും മുന്നിലേക്ക് നിൽക്കുന്ന ടീമാണെങ്കിലും ജപ്പാൻ ഒരു തരത്തിലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ല. അത് കഴിഞ്ഞ വേൾഡ് കപ്പുകളിലായിട്ട് അവർ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ ലോകകപ്പിൽ സ്പെയിനെതിരെ കളിച്ച കളി നമുക്കറിയാം. ചാൻസ് കിട്ടിയാൽ മതി, ഹാഫ് ചാൻസ് കിട്ടിയാൽ അവരത് മുതലാക്കും. പ്രത്യേകിച്ച് ആ മത്സരത്തിലാണ് സ്പെയിൻ എനിക്ക് തോന്നുന്നു വേൾഡ് കപ്പ് ഹിസ്റ്ററിയിൽ തന്നെ ഏറ്റവും കൂടുതൽ പാസുകൾ ഇട്ട മത്സരങ്ങളിൽ ഒന്നായിരുന്നു ജപ്പാനെതിരുള്ളത്. 1000-ലേറെ പാസുകൾ വന്നൊരു മത്സരമായിരുന്നു. പക്ഷേ നിർണായക സമയത്ത് ഗോൾ അടിക്കുക എന്നുള്ളതാണ് ആ ഒരു ഇന്ത്യൻസ് തന്നെയാണ്. എപ്പോൾ വേണമെങ്കിലും ഗോൾ അടിച്ച് കയറ്റാം എന്നുള്ളൊരു ഇന്ത്യൻസ് തന്നെയാണ് ജപ്പാൻ മുന്നോട്ട് വെച്ചത്. അത് തന്നെയായിരുന്നു അവരുടെ അവസാന നിമിഷത്തെ ഒരു ഡിപ്പയുടെ അഭാവം തിരിച്ചടിയായിട്ടുണ്ടോ നെതർലൻഡ്സിനെ സംബന്ധിച്ച്? മെംഫിസ് ഡിപ്പയുടെ അഭാവം ഉറപ്പായിട്ടും ഉണ്ട്.
അതിൽ തന്നെ ജപ്പാന് ഒരു താരത്തിന്റെ അഭാവം പറയുമ്പോൾ ഇപ്പോഴത്തെ എൻഡോ ഉണ്ടായിരുന്നെങ്കിൽ കുറെ കൂടി ഗംഭീരമായ രീതിയിൽ അവർ മുന്നേറായിരുന്നു. അദ്ദേഹം റൂൾ ഔട്ട് ആയി പോയി. ഉറപ്പായിട്ടും ഒരു സെമി വരെ ഉറപ്പായിട്ടും കളിക്കാവുന്ന ഒരു ടീം തന്നെയായിരുന്നു. ഇനി ഇതിൽ ഏറ്റവും കൗതുകമുള്ള ഒരു കാര്യം, അത് ഫൈസലിനായിരിക്കും കുറച്ചും കൂടി ആശങ്കയുള്ളതെന്ന് പറയുന്നുള്ളത്, ഈ ഗ്രൂപ്പിൽ നിന്ന് കയറുന്ന ടീമുകൾ ബ്രസീലിന്റെ എതിരാളികൾ ആരായിരിക്കും എന്നുള്ള കാര്യത്തിലായിരിക്കും ഇനി കൂടുതൽ കണക്കുകൂട്ടൽ വരാൻ പോകുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. റൗണ്ട് ഓഫ് 32 അതിൽ, അതായത് ഈ ഗ്രൂപ്പ് എഫ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു മരണ ഗ്രൂപ്പായി മാറുന്നു അല്ലേ. അവസാനം ഇപ്പോൾ ടുണീഷ്യക്കെതിരെ സ്വീഡൻ അതിഗംഭീരമായിട്ടുള്ള മത്സരം നടത്തുന്നുണ്ട്. അപ്പോൾ ടുണീഷ്യ, സ്വീഡൻ, ജപ്പാൻ, നെതർലൻഡ്സ്, എങ്ങനെയാണ് സാധ്യതകൾ വരിക? ഇതിലിപ്പോൾ സ്വീഡൻ സ്വാഭാവികമായിട്ടൊന്ന് 3 പോയിന്റ് എടുക്കുന്നു, അവർക്കൊരു എഡ്ജ് ഉണ്ടാകുന്നു. ഇനിയുള്ള 2 മത്സരങ്ങൾ, സ്വീഡനെതിരെയുള്ള മത്സരങ്ങൾ അതോടുകൂടെ നിർണായകമായി. അവരുടെ ആത്മവിശ്വാസം ഉയരുകയാണ്. അവർക്കെതിരെ ജപ്പാൻ എങ്ങനെ കളിക്കുന്നു, അതോടൊപ്പം തന്നെ നെതർലാൻഡ്സ് എങ്ങനെ കളിക്കുന്നു എന്നുള്ളതാണ്. ഒരു പക്ഷേ ഈ മത്സരങ്ങൾ സമനിലയാവുകയാണെങ്കിൽ അത് കൂടുതൽ കോംപ്ലിക്കേഷനിലേക്ക് പോകും. ഒരു പക്ഷേ സ്വീഡൻ ഗ്രൂപ്പ് ചാമ്പ്യന്മാരാകാനുള്ള ഒരു സാധ്യത പിന്നീട് നമുക്ക് തള്ളിക്കളയാനാവില്ല. ടുണീഷ്യക്കെതിരെ ആര് കൂടുതൽ ഗോൾ അടിക്കുന്നു എന്നുള്ളതാണ് പിന്നീട് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആവുന്നത്. പക്ഷേ ഇത് ആശങ്കയിലാഴ്ത്തുന്ന ഒരു രാജ്യം യഥാർത്ഥത്തിൽ ബ്രസീലാണ് എന്നുള്ളതാണ്. ആ ഗ്രൂപ്പിൽ 1ാം സ്ഥാനക്കാരായാൽ എഫ് ഗ്രൂപ്പിലെ സി ഗ്രൂപ്പിലെ 1ാം സ്ഥാനക്കാർ എഫ് ഗ്രൂപ്പിലെ 2ാം സ്ഥാനക്കാരുമായിട്ടാണ് റൗണ്ട് ഓഫ് 32 മത്സരിക്കേണ്ടത്. അങ്ങനെയെങ്കിൽ സ്വീഡനോ ജപ്പാനോ 1ാം സ്ഥാനക്കാരായാൽ ഇവിടെ നെതർലാൻഡ്സ് വരും എന്നുള്ളതാണ്. അപ്പോൾ ഹെയ്ത്തിക്കെതിരെ ഇനിയിപ്പം യഥാർത്ഥത്തിൽ കഴിഞ്ഞ മത്സരം ബ്രസീല് മൊറോക്കോക്കെതിരെ സമനിലയായത് നന്നായി എന്ന് ഓരോ ബ്രസീലുകാരനും ഇപ്പോ ഈ മത്സര ഫലത്തോടുകൂടെ ചിന്തിക്കുന്നുണ്ട്. ആഗ്രഹിക്കുന്നില്ല. ഇപ്പൊ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായാൽ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഇവിടെ നെതർലാൻഡ്സ് ഒരു പക്ഷേ 2ാം സ്ഥാനക്കാരായാൽ വലിയ പ്രശ്നമാണ്. നെതർലാൻഡ്സിനെ നേരിടുക എന്ന് പറയുന്നത് എപ്പോഴും കോംപ്ലിക്കേഷൻ. ഇപ്പൊ ഈ വേൾഡ് കപ്പിലേക്ക് വരുമ്പോൾ യൂറോപ്യൻ ടീംസുമായിട്ട് പ്രത്യേകിച്ച് നോക്കൌട്ട് മത്സരങ്ങളിൽ ബ്രസീലിന് വലിയ പ്രശ്നങ്ങളുണ്ടാവും. ജർമ്മനി കണ്ടിട്ടുണ്ട്, നമ്മള് ക്രൊയേഷ്യയെ കണ്ടിട്ടുണ്ട്. അല്ല, അത് അത്തരത്തിൽ യൂറോപ്യൻ ടീമുകൾ എന്നതിനേക്കാൾ അപ്പുറത്തേക്ക് ഇപ്പൊ ജർമ്മനിയും നെതർലാൻഡ്സ് പോലുള്ള ടോട്ടൽ ഫുട്ബോൾ കളിക്കുന്ന പേസിൽ കളിക്കുന്ന ടീമുകളോട് ഇപ്പൊ സ്വീഡൻ അത്രയും പ്രശ്നം വരില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, യോക്കോറസ് പോലുള്ള താരങ്ങൾ അവിടെയുണ്ട്. പക്ഷെ അതിനേക്കാൾ നെതർലാൻഡ്സോ ജർമ്മനിയോ ഒക്കെ വരുന്നത് കുറച്ചുകൂടെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനി അവിടെ 2ാം സ്ഥാനക്കാരായാൽ ഒരു പക്ഷേ ജപ്പാനോ അല്ലെങ്കിൽ ജപ്പാനെയും പേടിക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ടും കൂടുതൽ ക്രൂഷ്യലാവുകയാണ് എന്നുള്ളതാണ്. ഇതേ ചിന്തയായിരിക്കും മറുവശത്തും മൊറോക്കോയ്ക്കും ഉണ്ടാവുക എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഹെയ്ത്തിക്കെതിരെ കൂടുതൽ ഗോൾ അടിക്കണോ അടിക്കണ്ടയോ എന്നുള്ള കാര്യത്തിലായിരിക്കും ഇനി ഡൗട്ട് ആവുക എന്നുള്ളതാണ്. അപ്പോൾ ഈ മത്സരങ്ങൾ ഇപ്പം നൽകുന്നൊരു ചിത്രം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മൾ ആദ്യഘട്ടത്തിൽ 2-3 ദിവസം നമ്മൾ പറഞ്ഞിരുന്നു വലിയ ടീമുകളെല്ലാം വരാനിരിക്കുന്നതിനുള്ള ആവേശം ഇനി വരാനിരിക്കുന്ന മത്സരങ്ങളാണ് എന്നുള്ളതാണ്. പക്ഷെ അതല്ല, അരങ്ങേറ്റം കുറിക്കുന്ന കുറസോവ് പോലും എതിരാളികളായിട്ടുള്ള മഹാമേരുക്കളായിട്ടുള്ള ജർമ്മനിയെ വെല്ലുവിളിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഈ പറഞ്ഞതാണ് ഏറ്റവും പ്രസക്തമാണ് ഇന്നത്തെ മത്സരത്തിനെ അപേക്ഷിച്ച്. കാരണം അടുത്ത ഘട്ടത്തിലേക്ക് വെല്ലുവിളിയാകുന്നത് ആരൊക്കെ എന്നുള്ളതാണ്. ആ ചിത്രം പതിയെ തെളിഞ്ഞു വരികയാണ്. വലിയ മത്സരങ്ങൾ ഇനിയും കാത്തിരിക്കുന്നു. സ്പെയിൻ വരാനിരിക്കുന്നു, പോർച്ചുഗൽ ഇറങ്ങാനിരിക്കുന്നു, അതിനു മുമ്പ് അർജന്റീന കളിക്കാനിരിക്കുന്നു. നമുക്ക് ആ ആവേശത്തിലേക്ക് അതിവേഗം മടങ്ങിയെത്താം മറ്റൊരു എപ്പിസോഡിലൂടെ.